ഹായ് ഫ്രണ്ട്സ്, സെക്രട്ടറി അസിസ്റ്റൻ്റ് 2022 ഏഴാമത്തെ പാർട്ടാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ 6 പാർട്ടുകൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാണ്. ഞാൻ അതിൻ്റെ ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. സോ ഈ ഒരു പാർട്ടിൽ നമുക്ക് ഏതാ ഡിസ്കസ് ചെയ്യാനുള്ളത്? 61 മുതൽ 70 വരെയുള്ള ക്വസ്റ്റ്യൻസ് അല്ലേ? 61 മുതൽ 60 വരെയുള്ള ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞ് ഇന്നലെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി 61 മുതലുള്ള ക്വസ്റ്റ്യൻസാണ് നോക്കുന്നത്. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ചില ക്വസ്റ്റ്യൻസൊക്കെ അല്ലേ ഞാൻ പറഞ്ഞു ഇംഗ്ലീഷും മലയാളം വായിച്ചു നോക്കണം. എന്നാൽ അതിൻ്റെ ഫുള്ളായിട്ടുള്ള മീനിങ് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് കറക്റ്റായിട്ട് കിട്ടും. മലയാളം മാത്രമായിട്ട് എന്ത് ചെയ്യരുത്, നിങ്ങൾ വായിച്ചിട്ട് മനസ്സിലാക്കിയിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ ഇംഗ്ലീഷ് എന്ത് ചെയ്യണം, ഒന്ന് കറക്റ്റായിട്ട് നോക്കണം. നിങ്ങൾക്കറിയാം കാര്യം. എന്തായാലും ക്വസ്റ്റ്യൻസ് എന്താണെന്ന് നോക്കാം. 60 ഡിസ്കസ് ചെയ്താണ്. 61 മുതലാണ് നോക്കേണ്ടത്. ഓക്കെ, 61 മുതലുള്ള ക്വസ്റ്റ്യൻസ്. 2013 ലൈംഗിക പീഡനത്തിൽ നിന്നുള്ള സ്ത്രീകളുടെ സംരക്ഷണ നിയമത്തിന് കീഴിൽ രൂപീകരിച്ച ആന്തരിക പരാതി സമിതി സ്ത്രീകളായി നാമനിർദ്ദേശം ചെയ്യപ്പെട്ട മൊത്തം അംഗങ്ങളിൽ കുറഞ്ഞത് എത്ര ഉണ്ടായിരിക്കുന്നതാണ്? കുറഞ്ഞത് പകുതി പേരെങ്കിലും ഉണ്ടായിരിക്കണം കേട്ടോ. അതാണ് അതിൻ്റെ ആൻസർ. ഇത് തെറ്റിദ്ധരിക്കരുത്. ഇത് ഏതാണ്? 2013 നിയമമാണ്. പോക്സോ ആയിട്ടൊന്നും എന്ത് ചെയ്യരുത്, തെറ്റിദ്ധരിക്കരുത്. പോക്സോ ഒക്കെ 2012 അത് വേറെ തന്നെ ചിൽഡ്രൻസിൻ്റെ കാര്യമാണ്. ഇത് എന്താണ്? തൊഴിൽ ഇടത്തിലുള്ള സംരക്ഷണമാണ്, ലൈംഗിക ഇടത്തിലുള്ള സംരക്ഷണമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ജോലി സ്ഥലത്ത് സ്ത്രീകൾക്കെതിരെയുള്ള പീഡനം തടയുന്നതിനും പരിഹാര മാർഗ്ഗങ്ങൾ നിർദ്ദേശിച്ചുകൊണ്ടും എന്താണ് കേന്ദ്ര ഗവൺമെൻറ് പാസ്സാക്കിയ നിയമമാണ് ഇത്. ജോലി സ്ഥലത്തുള്ള സ്ത്രീകൾക്കെതിരെയുള്ള ലൈംഗിക പീഡനം തടയലും, അതായത് പ്രിവെൻഷൻ ആൻഡ് അതിൽ ഹാരസ്മെൻറ്റ് ഓഫ് വുമൺ അറ്റ് വർക്ക് പ്ലേസ് പ്രിവെൻഷൻ പ്രൊവിഷൻ ആൻഡ് റിഡ്രസൽ ആക്ട് 2013 മറന്നുകൊണ്ട്. ഓക്കെ, ഇനി ഇതിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ജസ്റ്റ് പറയാണ്, കുറച്ച് കാര്യങ്ങൾ പറയാണ്. 1989 എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? സ്ത്രീകൾക്ക് നേരെയുള്ള വിവേചനം ഉന്മൂലനം ചെയ്യാൻ വേണ്ടിയിട്ട് UN ഒരു ബില്ല് പാസ്സാക്കുന്നുണ്ട്. സോ 89 കേട്ടോ. അത് മറന്നുകൊണ്ട് 89 അത് ഇന്ത്യ 93 അംഗീകരിക്കുന്നുണ്ട്, ഇന്ത്യ സ്ഥിരീകരിക്കുന്നുണ്ട്. 97 ഒരു കേസ് കൂടി വരുന്നുണ്ട്. ഇതൊക്കെ ഈ ബില്ല് അംഗീകരിക്കാനുള്ള ഒരു കാരണമായിട്ട് പറയണം ഇതൊക്കെ. അപ്പോൾ 97 വിശാഖ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് രാജസ്ഥാൻ. ഇത് മറന്നുകൊണ്ട്, ഇത് ഇടയ്ക്ക് ചോദിക്കാറുണ്ട്. വിശാഖ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് രാജസ്ഥാൻ എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? തൊഴിലിടത്തിലുള്ള എന്താണ് സ്ത്രീകളുടെ സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കേസായിരുന്നു അത്. ഓക്കെ, അതൊക്കെ അതിൽ വരുന്നുണ്ട്. ഇനി ഇതിലൊരു കുറച്ച് കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് പറയാം. ഇതിൽ മെയിനായിട്ട് നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ ആക്ട് ഡയറക്റ്റായിട്ട് കിട്ടും. ഇപ്പോൾ ഗൂഗിളിൽ ജസ്റ്റ് സെർച്ച് നോക്കിയാൽ 2013 ആക്ട് ഡയറക്റ്റായിട്ട് PDF ആയിട്ട് കിട്ടും. അപ്പോൾ അത് വായിച്ച് നോക്കുന്നതാണെങ്കിൽ നല്ലത്. ആക്ട് വായിച്ച് നോക്കിയാൽ ചിലതൊന്നും ഇത് ക്ലിയർ ആവില്ല. എന്നാലും അല്ലെങ്കിൽ എന്ത് ചെയ്യുക, വിക്കിപീഡിയ ഒന്ന് നോക്കുക. ഇത് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങൾക്കും ബാധകമാണ്. ഞാനീ പറഞ്ഞ കാര്യമുണ്ടല്ലോ, പ്രിവെൻഷൻ ആൻഡ് ഹറാസ്മെൻറ്റുള്ള 2013 ആക്ട് എല്ലാ സംസ്ഥാനങ്ങൾക്കും ബാധകമാണ്. പിന്നെ അടുത്ത ഒരു മെയിൻ ഇതിലൊരു പ്രത്യേകത എന്ന് വെച്ചാൽ, സ്ത്രീകളുടെ സ്ഥാപനത്തിലെ ജോലി സ്ഥിരമായതാണെങ്കിലും താൽക്കാലികമാണെങ്കിലും ദിവസക്കൂലിയാണെങ്കിലും ഒക്കെ ഇത് ബാധകമാണ്. ഓക്കെ, ഏത് തരത്തിലുള്ള ജോലിക്കാരായ സ്ത്രീകൾക്കും ഈ നിയമപ്രകാരം അവകാശം ഉണ്ടായിരിക്കും. ഇനി ജോലിക്കാരായ സ്ത്രീകൾക്ക് മാത്രമല്ല, കാരണം ഇതിനെ അടുത്തൊരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ചിലപ്പോൾ ഇത് ചോദിക്കാം. അതുകൊണ്ടാണ് ഞാൻ ഇതെടുത്ത് പറയുന്നത്. ഇത്തരം സ്ഥാപനങ്ങളിൽ വിവിധ ആവശ്യങ്ങൾക്കായി എത്തുന്ന മറ്റ് സ്ത്രീകൾക്കൊന്നെയാണ് ഈ നിയമപ്രകാരം അവകാശങ്ങൾ ഉണ്ടായിരിക്കുമെന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അതേപോലെ വീടുകളിൽ പ്രതിഫലം മറ്റ് ജോലി ചെയ്യുന്നവരുണ്ടാവില്ല, അങ്ങനെയുള്ള സ്ത്രീകളും ഇതിൻ്റെ എന്ത് ചെയ്യുന്നുണ്ട്, നിയമത്തിൻ്റെ പരിധിയിൽ വരുന്നുണ്ട്. ഓക്കെ, അത് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് പരിധിയിൽ വരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ചോദിച്ചാൽ എന്ത് ചെയ്യണം, അവിടെ കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് ഞാനത് എന്ത് ചെയ്യുന്നത് പറഞ്ഞത്. ഇനി 62ാമത്തെ ക്വസ്റ്റ്യൻ കേരള ലോകായുക്തമായിട്ട് ബന്ധപ്പെട്ട. ഓക്കെ, അതിൻ്റെ ഇംഗ്ലീഷ് ഞാൻ കൊടുക്കുന്നുണ്ട്. ഇംഗ്ലീഷാണ് കുറച്ചുകൂടി വായിച്ച് മനസ്സിലാക്കാൻ ഒരു എളുപ്പമുള്ളത്. ദ കേരള ലോകായുക്ത ആക്ട് 1999 കേരള ലോകായുക്ത ആക്ട് പ്രൊവൈഡ്സ് ഫോർ ഫങ്ഷൻസ് ഓഫ് സ്പെസിഫൈഡ് അതോറിറ്റീസ് ഫോർ മേക്കിംഗ് എൻക്വയറീസ് ഇൻ ടു എനി ആക്ഷൻ റിലേറ്റഡ് ടു മാറ്റേഴ്സ് സ്പെസിഫൈഡ് ഇൻ. ഏതൊക്കെ മാറ്റേഴ്സിലാണ് അവർക്ക് ഇടപെടാൻ പറ്റുന്നതെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഏതൊക്കെയാണ്? ഇന്ത്യൻ ഭരണഘടന 7ാം ഷെഡ്യൂളിൻ്റെ ലിസ്റ്റ് 2, 3 7 ഷെഡ്യൂളിൻ്റെ ലിസ്റ്റ് 2, 3 എന്ത് ചെയ്യുന്നത്, ഇടപെടാൻ പറ്റുന്നത്. 62 ഏതാ? C ആണ്. ജസ്റ്റ് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. 62 C ആണ്. ഓക്കെ, അപ്പോൾ ഇതിൽ ലോകായുക്തമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ, ലോകായുക്ത നിങ്ങൾക്കറിയാം, ലോകപാലുണ്ട്, ലോകായുക്തയുണ്ട്. ലോകായുക്ത ഇപ്പോൾ സ്റ്റേറ്റിലാണെങ്കിൽ ലോകായുക്തയാണ്. സ്റ്റേറ്റിൽ ലോകായുക്തയുണ്ട്, അതേപോലെ ലോകായുക്തയുണ്ടോ. അപ്പോൾ താഴെ പറയുന്ന ഉൾപ്പെടുന്ന ഒരു സെലക്ഷൻ കമ്മിറ്റി, ഈ ലോകായുക്തേനെ സെലക്ട് ചെയ്യുന്ന ഒരു സെലക്ഷൻ കമ്മിറ്റി ഉണ്ട്. ആ സെലക്ഷൻ കമ്മിറ്റിയുടെ അംഗങ്ങളെ ഗവർണർ നിയമിക്കുന്നത്. ഓക്കെ, ഇവരുടെ ശുപാർശ പ്രകാരമാണ് എന്ത് ചെയ്യുന്നത്, ഗവർണർ നിയമിക്കുന്നത്. അപ്പോൾ ആ ഒരു സെലക്ഷൻ കമ്മിറ്റിയിൽ ഉൾപ്പെട്ടത് ആരൊക്കെയാണെന്നുള്ള ഒന്ന് ഓർത്ത് വെച്ചോ. ഒന്ന് മുഖ്യമന്ത്രി, അതേപോലെ ഹൈക്കോടതിൻ്റെ ചീഫ് ജസ്റ്റിസ്, സ്റ്റേറ്റിലാണ് ഇത് നടക്കുന്നത്. നിയമസഭയുടെ സ്പീക്കർ,
പിന്നെ ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഉണ്ടെങ്കിൽ അതിൻ്റെ ചെയർമാൻ, ഇരു സഭകളുടെയും പ്രതിപക്ഷ നേതാക്കന്മാർ. അപ്പോൾ ഇത്രയും പേരാണ് എന്ത് ചെയ്യുന്നത് ആ സെലക്ഷൻ കമ്മിറ്റി ഉള്ളത്. ഈ സെലക്ഷൻ കമ്മിറ്റി നിർദ്ദേശിക്കുന്ന ആളെയാണ് ഗവർണർ എന്ത് ചെയ്യുന്നത് ലോകായുക്തയായിട്ട് നിയമിക്കുന്നത്. ലോകായുക്ത അല്ല ഉപലോകായുക്തയുടെ കാലാവധി 5 വർഷമാണ്, അല്ലെങ്കിൽ 70 വയസ്സ് കേട്ടോ, മറന്നുകൊണ്ടേ, അതുകൊണ്ട് ഒന്ന് ഓർത്ത് വെച്ചു. ഇനി കേരള ലോകായുക്ത നിയമം മുൻകാല പ്രാബല്യത്തോടെ കേരള ലോകായുക്ത നിയമം വന്നിരിക്കുന്നത്. അതായത് 99 എന്ത് ചെയ്യുന്നത് നിയമം പാസ്സാക്കിയിരിക്കുന്നത്. പക്ഷെ നിലവിൽ വരുന്നത് 98 തന്നെ നിലവിൽ വന്നിട്ടുണ്ട്. അതായത് മുൻകാല പ്രാബല്യത്തോടെ എന്ത് ചെയ്യുക വന്ന ഒരു നിയമമാണ് ഏത് ലോകായുക്ത നിയമം. ഓക്കെ, ഇത് മറന്നുകൊണ്ട. ഇനി 63ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ പീനൽ കോഡ് IPC ആയിട്ട് ബന്ധപ്പെട്ട 1860 പ്രകാരം സ്വകാര്യ പ്രതിരോധത്തിലുള്ള അവകാശം ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഒരാൾക്ക് റൈറ്റ് ഓഫ് പ്രൈവറ്റ് ഡിഫൻസ് എപ്പോഴാണ് സാധിക്കുക എന്നുള്ളത്. ഇത് കോമൺ ആയിട്ട് ഒരു കോമൺ സെൻസുള്ള ഒരാൾക്ക് വായിച്ച് ഒന്ന് മനസ്സിലാക്കിയാൽ ആൻസർ ഏകദേശം കിട്ടും. ഈസ് നോട്ട് അവൈലബിൾ അണ്ടർ എനി സർക്കംസ്റ്റൻസ്. അതായത് ഒരു സർക്കംസ്റ്റൻസിൽ ഇത് അവൈലബിൾ അല്ല എന്ന് പറയുന്നത്. അങ്ങനെയല്ലല്ലോ, നമുക്ക് ഡെത്തൊക്കെ വരുന്ന കേസിൽ നമുക്ക് പ്രൈവറ്റ് ഡിഫൻസ് ഉപയോഗിക്കാം. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ഇനി ഇതിലോ ഈസ് അവൈലബിൾ അണ്ടർ ഓൾ സർക്കംസ്റ്റൻസസ്, അങ്ങനെ പറയുന്നത് തെറ്റായിരിക്കും. അഗെയിൻസ്റ്റ് പബ്ലിക് സർവൻറ്റ്, എല്ലാ സർക്കംസ്റ്റൻസിലും നമുക്ക് പ്രൈവറ്റ് ഡിഫൻസ് ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കി, ഈസ് അവൈലബിൾ അഗെയിൻസ്റ്റ് പബ്ലിക് സർവൻറ്റ്സ് ഓൺലി വെൻ ദർ ആക്ട്സ് കോസ് റീസണബിൾ അപ്രഹെൻഷൻ ഓഫ് ഡെത്ത് ഓർ ഗ്രീവിയസ് ഹേർട്ട്. അതായത് മരണം സംഭവിക്കാമെന്നുള്ള ഒരു പേടിയിൽ. അതിൻ്റെ ഓപ്ഷൻ സി ഏതാ, പൊതുപ്രവർത്തകർക്കെതിരെ അവരുടെ പ്രവർത്തികൾ ന്യായമായ മരണഭീതിയോ ഗുരുതരമായ പരിക്കോ ഉളവാക്കുമ്പോൾ മാത്രം. അങ്ങനെയുള്ളൊരു കേസിൽ നമുക്ക് എന്ത് ചെയ്യാം, പ്രൈവറ്റ് ഡിഫൻസ് ഉപയോഗിക്കും. ഓപ്ഷൻ സി ആണ് കേട്ടോ അതിൻ്റെ ആൻസർ. ഇതിൽ പ്രത്യേകമായിട്ടൊന്നും പറയാനില്ല, IPC ഒന്നും പഠിക്കാനുള്ളതല്ല, ഇതിൽ കോമൺ ആയിട്ട് ചിന്തിച്ചിട്ട് ഒരു കോമൺ സെൻസ് ഉപയോഗിച്ചിട്ട് ഏതാ വരുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഇനി 64ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ, ചുവടെയുള്ള പ്രസ്താവന പരിശോധിച്ച് ഓപ്ഷനുകൾ ABCയിൽ ഇത് ക്വസ്റ്റ്യൻ തെറ്റാണ് കേട്ടോ. ഇത് ഇന്ത്യൻ വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യനാണ്, പക്ഷേ ഡിലീറ്റഡ് ക്വസ്റ്റ്യനാണ്. ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കും. ഇനി വിവരാവകാശ നിയമം, ഓക്കെ, റൈറ്റ് ടു ഇൻഫർമേഷൻ RTI പ്രകാരം, RTIയിൽ ഇപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്, 2019 ഭേദഗതി വന്നിട്ടുണ്ട്. അത് വൃത്തിയായിട്ട് പഠിച്ചോണം. 2019 ഭേദഗതി പ്രകാരം എന്താണ്, ദേശീയ സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർമാരുടെയും മറ്റ് വിവരാവകാശ കമ്മീഷണർമാരുടെയും കാലാവധി തീരുമാനിക്കുന്നത് ആരിലേക്ക് പോയിട്ടുണ്ട്, കേന്ദ്ര സർക്കാരാണ് കാലാവധി തീരുമാനിക്കുന്നത്. ഓക്കെ, മറന്നുകൊണ്ടേ. അതേപോലെ അവരുടെ സാലറി ഒക്കെ കേന്ദ്ര സർക്കാരാണ്. 2019 RTI റൂൾസ് പ്രകാരം കേന്ദ്ര സംസ്ഥാനങ്ങളിലെ മുഖ്യ വിവരാവകാശ കമ്മീഷൻ ഉൾപ്പെടെ എല്ലാ വിവരാവകാശ കമ്മീഷന്മാരുടെയും കാലാവധി എന്തായിട്ടുണ്ട്, 3 വർഷമാക്കിയിട്ടുണ്ട്. ഓക്കെ, കാലാവധി 3 വർഷമാണ്. അതേപോലെ ഇവരുടെ നിയമനം, അതേപോലെ സാലറി ഒക്കെ കേന്ദ്ര സർക്കാരാണ് ഡിസൈഡ് ചെയ്യുന്നത്. ഇനി ഇതിൽ നമുക്കറിയാം ഒരു RTI കൊടുത്തു കഴിഞ്ഞാൽ എപ്പോഴാണ് അതിന് മറുപടി ലഭിക്കേണ്ടതല്ല. ഇനി പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് കൊടുത്തെങ്കിൽ 30 ദിവസമാണ് അതിൻ്റെ കാലാവധി. അതേപോലെ അസിസ്റ്റൻറ്റ് ഇൻഫർമേഷൻ ഓഫീസർക്കാണെങ്കിൽ 35 ദിവസമാണ്. ഓക്കെ, ഇനി അതായത് ഓരോ വ്യക്തിയെയും സ്വാതന്ത്ര്യത്തെ സംബന്ധിച്ച മറുപടിയാണ് ലഭിക്കേണ്ടതെങ്കിൽ 48 മണിക്കൂറിനുള്ളിൽ ലഭ്യമാക്കണമെന്നാണ് അതിൻ്റെ റൂൾ എന്ന് പറയുന്നത്. ഇത് ഓർത്ത് വെച്ചോളൂ, ഇത് ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ ചോദിച്ചിട്ട് കാണാറുണ്ട്. ഓക്കെ, 48 മണിക്കൂർ 2 ദിവസത്തിനുള്ളിൽ എന്ത് ചെയ്യണം, വ്യക്തിയുടെ സ്വാതന്ത്ര്യവും ആയിട്ട് ബന്ധപ്പെട്ട കാര്യമാണെങ്കിൽ വിവരം കൊടുക്കണം. ഇനി ഇതിലെ 65ാമത്തെ ക്വസ്റ്റ്യൻ എന്താ, ട്രാൻസ്ജെൻഡേഴ്സ് പേഴ്സൺസ് അവകാശ സംരക്ഷണ നിയമം 2019 ലോകസഭയിൽ അവതരിപ്പിച്ചത്. ഇത് ഏകദേശം ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറയുമ്പോൾ എന്താ വരുക, സോഷ്യൽ വെൽഫെയർ, ഒരു സോഷ്യൽ ഇതിൽ വരുന്നതായതുകൊണ്ട് തന്നെ ഏകദേശം അതൊരു തവാർ ചന്ദ് ഗെഹ്ലോട്ടാണ് എന്നുള്ളത് ഏകദേശം കിട്ടേണ്ടതാണ്. പക്ഷേ സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡ് ആരാണെന്നൊക്കെ ഓർമ്മ ഉണ്ടെങ്കിൽ ഓക്കെ, തവാർ ചന്ദ് ഗെഹ്ലോട്ടാണ് ഇതിൻ്റെ ആൻസർ. ഇനിയിപ്പോൾ ഇതിൽ 2022 ചോദിച്ചതാണ്. എന്നാലും ഈ ട്രാൻസ്ജെൻഡർ പേഴ്സൺ അവകാശ സംരക്ഷണ നിയമം എന്തൊക്കെയാണെന്നുള്ളതൊന്ന് മനസ്സിലാക്കിച്ചു. ഒന്ന്, ഇവരെ മെയിനായിട്ടുള്ളതല്ലേ പ്രൊവിഷൻ അഗെയിൻസ്റ്റ് ഡിസ്ക്രിമിനേഷൻ. ഇവർക്ക് ഡിസ്ക്രിമിനേഷന് എതിരെ ഈ ആക്ട് പ്രകാരം, ഇങ്ങനൊരു ആക്ട് വന്നതുകൊണ്ട് തന്നെ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇപ്പോൾ എംപ്ലോയ്മെൻറ്റ്, ഹെൽത്ത് കെയർ, എഡ്യൂക്കേഷൻ, ഈ ഒരു സെക്ടറിലൊന്നും ഇവരെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ പറ്റില്ല, കൊടുക്കാൻ പറ്റില്ല എന്നുള്ളൊരു എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു നിലപാട് എടുക്കാൻ പറ്റില്ല ഈ ട്രാൻസ്ജെൻഡേഴ്സിനെതിരെ. അതേപോലെ റൈറ്റ് ഓഫ് റെസിഡൻസ്, ഇവർക്ക് ഇവിടെ താമസിക്കാം, വീട് വെക്കാം. അതേപോലെ എംപ്ലോയ്മെൻറ്റ്, ഗവൺമെൻറ് അല്ല പ്രൈവറ്റ് ഇതിലൊക്കെ എന്ത് ചെയ്യാൻ പറ്റില്ല, ഇവർക്ക് പ്രൊമോഷൻ, റിക്രൂട്ട്മെൻറ്റ്, ഇതിലൊന്നും ഇവരെ തടയാൻ പാടില്ല എന്നുള്ളതാണ്. അതായത് ഇത് മെയിനായിട്ട് ഇപ്പോൾ മുമ്പൊരു കേസ് വന്നിട്ടുണ്ടായിരുന്നു. എനിക്കൊന്നൊരു പൈലറ്റ് ആവാൻ വേണ്ടിയിട്ട് അങ്ങ് ട്രാൻസ്ജെൻഡർ കൊടുത്തപ്പോൾ ഏവിയേഷൻ ഡിപ്പാർട്ട്മെൻ്റ് ആവും, അങ്ങനെ അങ്ങ് ഒരു പ്രശ്നം വന്നിട്ടുണ്ടായിരുന്നു, കൊടുക്കാൻ പറ്റില്ല എന്ന്. പക്ഷേ ഈ ആക്ട് എന്ത് ചെയ്തു, ആ സമയത്ത് പൊന്തി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഓർത്ത് വെച്ചു. ഇനി ഇവർക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു നാഷണൽ കൗൺസിൽ ഫോർ ട്രാൻസ്ജെൻഡർ പേഴ്സൺ NCT,
അങ്ങനെ ഒരു കൗൺസിൽ വന്നിട്ടുണ്ട്. അതായത് ഈ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഇവരെ കാര്യങ്ങളെ പറ്റിയിട്ട് അഡ്വൈസ് ചെയ്യാനും മോണിറ്റർ ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇങ്ങനൊരു നാഷണൽ കൗൺസിൽ വന്നിരിക്കുന്നത്. ആ ഒരു കാര്യം കൂടി ഓർത്ത് വെച്ചാൽ മതി. ഇനി 66 ഒരു കുറച്ച് സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ. ഇന്ത്യയുടെ 120ാമത്തെ ഭരണഘടനാ ഭേദഗതി ബില്ല് 122 ഏതുമായിട്ട് ബന്ധപ്പെട്ടാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നോർമലി പറയാറുണ്ട് 101 1 കൂട്ടിയാൽ 2. ഓക്കെ, അങ്ങനെയാണ് അതിൻ്റെ ഒരു കണക്ക്. 101ാമത്തെ അമെൻഡ്മെൻറ്റാണ് ഇവർ. 101ാമത്തെ അമെൻഡ്മെൻറ്റാണ് ഏത് 122ാമത്തെ ബില്ലായിട്ട് വരുന്നത്. അപ്പോൾ 101ാമത്തെ അമെൻഡ്മെൻറ്റ് ഏതുമായിട്ട് ബന്ധപ്പെട്ട ജി എസ് ടി ആയിട്ട് ബന്ധപ്പെട്ടതാണ് 101ാമത്തെ അമെൻഡ്മെൻറ്റ്. ഇനി അമെൻഡ്മെൻറ്റ് പറ്റി പറയുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ട് പറയാം. 100 മുതലുള്ള നിർബന്ധമായിട്ട് പഠിക്കണേ. 100 ഏതാ? ലാൻഡ് ബൗണ്ടറി എഗ്രിമെൻറ്റ് കേട്ടോ. ലാൻഡ് ബൗണ്ടറി എഗ്രിമെൻറ്റ് എങ്ങനെ ഓർത്ത് വെക്കാം? നോക്കിയാൽ ഒരു വട്ടം, 100 2 വട്ടങ്ങളില്ല. ഏകദേശം ബൗണ്ടറി എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? നമ്മൾ ക്രിക്കറ്റ് ഫീൽഡൊക്കെ ആണെങ്കിൽ ബൗണ്ടറി എന്ന് പറഞ്ഞാൽ വട്ടത്തിലല്ലേ വരുന്നത്. അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. ഇനി 101 ആണെങ്കിൽ എന്താ ഇപ്പോൾ പറഞ്ഞത്? ജി എസ് ടി ആയിട്ട് ബന്ധപ്പെട്ട അമെൻഡ്മെൻറ്റാണ് ഇത് 101. ഡേറ്റ് ഓർത്ത് വെച്ചോളാം. 2017 ജൂലൈ 1 നിലവിൽ വരുന്നത്. 102 NCBC നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസ്സസ്. ഇവർക്ക് കോൺസ്റ്റിറ്റ്യൂഷണൽ പദവി കൊടുത്താണ് 102ാമത്തെ അമെൻഡ്മെൻറ്റ്. 103ാമത്തെ അമെൻഡ്മെൻറ്റ് എന്താ? എക്കണോമിക്കലി വീക്കർ സെക്ഷന് 10% റിസർവേഷൻ കൊടുത്തത്. ഓക്കെ. 104 എന്ന് പറയുന്നത് ലോകസഭയിൽ SC/STയുടെ സീറ്റ് റിസർവേഷൻ. ഓക്കെ. അതേപോലെ ആംഗ്ലോ ഇന്ത്യൻ കമ്മ്യൂണിറ്റിൻ്റെ റിസർവ്ഡ് സീറ്റ് എന്ത് ചെയ്തു? റിമൂവ് ചെയ്തു. ഇത് രണ്ടുമാണ് 104ാമത്തെ അമെൻഡ്മെൻറ്റ്. 105ാമത്തെ അമെൻഡ്മെൻറ്റ് OBC അതർ ബാക്ക്വേർഡ് ക്ലാസ്സിന് എന്താണ്? അവരെ ആരാണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാൻ, ആരൊക്കെയാണ് ഈ അതർ ബാക്ക്വേർഡ് ക്ലാസ്സിൽ വരുന്നതെന്നുള്ള ഐഡൻറ്റിഫൈ ചെയ്യാൻ സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് എന്ത് ചെയ്തു? ആ ഒരു പവർ തിരിച്ചു കൊടുത്തു. അതാണ് 105ാമത്തെ അമെൻഡ്മെൻറ്റ്. 106 ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ്. ഞാനിപ്പോൾ വീഡിയോ ചെയ്യുമ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത് 106 ഏറ്റവും ലാസ്റ്റ് വന്നിരിക്കുന്നത്. 106ാമത്തെ ഏതാ വരുന്നത്? 106 2023 വരുന്നത് കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആണ്. 28 സെപ്റ്റംബർ 20. അതായത് 1/3 സീറ്റ്സ് ഇൻ ലോകസഭ, സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി, ഡൽഹി ലെജിസ്ലേറ്റീവ് അസംബ്ലി. 1/3 സീറ്റ് ആർക്ക് കൊടുക്കണം? സ്ത്രീകൾക്ക് റിസർവ് ചെയ്ത് കൊടുക്കണം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു റൂള്. ഓക്കെ, 15 വർഷത്തേക്ക്. ക്ലിയർ ആണ്. 106ാമത്തെ അമെൻഡ്മെൻറ്റ്. ഇനി 67 എന്താ? നീതി ആയോഗുമായിട്ട് ബന്ധപ്പെട്ട താഴെ പറയുന്ന പ്രസ്താവനകളായത്. ഇന്ത്യയുടെ രാഷ്ട്രപതിയാണ് നീതി ആയോഗിൻ്റെ ചെയർമാൻ. തെറ്റാ. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് നീതി ആയോഗിൻ്റെ ചെയർമാൻ. നീതി ആയോഗ് 2005 നിലവിൽ വന്നു. അതും തെറ്റാ. 2015 എന്ത് ചെയ്യുന്നത്? നീതി ആയോഗ് നിലവിൽ വരുന്നത്. ഇപ്പോൾ 2 സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? തെറ്റാണ്. 1, 2 ശരിയല്ല. ഇനി നീതി ആയോഗിനെ പറ്റി പറയുകയാണെങ്കിൽ പ്ലാനിംഗ് കമ്മീഷന് പകരം വന്നാണ് നീതി ആയോഗ്. നീതി ആയോഗിൻ്റെ ഫുൾ ഫോം ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്താ? നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിങ് ഇന്ത്യ. നീതി ആയോഗ് കേട്ടോ. ജനുവരി 1, 2015 നിലവിൽ വന്നത്. ഒരു ഉപദേശക സമിതിയാണ്, അഡ്വൈസറി ബോഡിയാണ്. അത് തന്നെ എന്ത് ചെയ്യാറുണ്ട്? അത് തന്നെ എടുത്തിട്ട് സ്റ്റേറ്റ്മെൻറ്റായിട്ട് ചോദിക്കാറുണ്ട്. ഏത് ടൈപ്പ് ബോഡിയാണ്? നീതി ആയോഗ് എന്നുള്ളത് ഒരു അഡ്വൈസറി ബോഡിയാണ്. നീതി ആയോഗുമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ഇതൊക്കെ ഞാൻ പറഞ്ഞു. പ്ലാനിംഗ് കമ്മീഷനാണ്. ഇനി ഇതിലെ നോർമലി ചെയർപേഴ്സണും വൈസ് ചെയർപേഴ്സണും സിഇഒയും ചെയർപേഴ്സൺ നിങ്ങൾക്കറിയാം, ഓൾറെഡി പ്രധാനമന്ത്രിയായിരിക്കും. വൈസ് ചെയർപേഴ്സണും സിഇഒയും ഇടയ്ക്ക് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇത് മാറി പഠിച്ചോണം. ഈ വീഡിയോ ചെയ്യുമ്പോൾ ആരാണ് വൈസ് ചെയർപേഴ്സൺ എന്ന് പറയുന്നത്? സുമൻ ബറിയാണ്. അതേപോലെ സിഇഒ എന്ന് പറയുന്നത് BVR സുബ്രഹ്മണ്യമാണ്. ഓക്കെ, മാറി വരുന്നുണ്ട്, പഠിച്ചോണം. ഇത് ഇമ്പോർട്ടൻറ്റ് പേഴ്സണാലിറ്റീസാണ് ഇവർ രണ്ടുപേരും. നീതി ആയോഗമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കാറുണ്ട് അടുത്തൊക്കെ. 68ാമത്തെ ക്വസ്റ്റ്യൻ. മൈക്രോ ഫിനാൻസ് ലോണുകൾക്കായിട്ടുള്ള റെഗുലേറ്ററി ഫ്രെയിംവർക്കിൻ്റെ നിർദ്ദേശങ്ങൾ പുറത്തിറക്കിയ സ്ഥാപനം RBI ആണ് കേട്ടോ. മൈക്രോ ഫിനാൻസ് ലോണുകൾക്കായിട്ടുള്ള റെഗുലേറ്ററി. ഇത് ഏതുമായിട്ട് തെറ്റിദ്ധരിക്കരുത്. ചെറുകിട വായ്പകളുടെ നിയന്ത്രകം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, ഇവിടെ കാണുന്ന പോലെ. അത് നബാർഡാണ്. ചെറുകിട വായ്പകളുടെ നിയന്ത്രകം എന്ന് പറയുന്നത്. ഇത് അതല്ല ഉദ്ദേശിക്കുന്നത്. ഇത് മൈക്രോ ഫിനാൻസ് ലോണുകൾക്കായിട്ടുള്ള റെഗുലേറ്ററി ഫ്രെയിംവർക്കാണ്. അത് ഇറക്കിയിരിക്കുന്നത് RBI ആണ് കേട്ടോ. RBIയുടെ കുറേ എന്തുണ്ട്, അവരുടെ കുറേ റൂൾസ്, അവരുടെ റെസ്പോൺസിബിലിറ്റീസ് കുറേ എണ്ണമുണ്ട്. അതിൽ ചിലതൊക്കെ ഞാൻ പറയാം. ഒന്ന്, IMFൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കുക RBIയുടെ റൂളാണ്. RBIയുടെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ്, അവരുടെ ചുമതലയാണ്. ഇന്ത്യൻ കറൻസിയുടെ വിനിമയ മൂല്യം സ്ഥിരമായിട്ട് സൂക്ഷിക്കുക. അതേപോലെ പണസംബന്ധമായ എല്ലാ കാര്യങ്ങളിലും എന്ത് ചെയ്യുക? ഗവൺമെൻറ്റിനെ ഉപദേശിക്കുക. ഇതൊക്കെയാണ് RBIയുടെ കുറച്ച്. ഇതിൽ RBIയുടെ അല്ലാത്ത വരുന്നുണ്ട്, മോണിറ്ററി പോളിസി ഒക്കെ വരുന്നുണ്ട്. അന്ന് ഞാൻ പറഞ്ഞില്ല, അത് മുമ്പ് ഒരു ക്ലാസ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി 69ാമത്തെ ക്വസ്റ്റ്യൻ എന്താ? വിച്ച് ഓഫ് ദ ഫോളോയിങ് റൈറ്റ്സ് ക്യാൻ ബി ക്ലെയിംഡ് ഓൺലി ബൈ ദ ഇന്ത്യൻ സിറ്റിസൺ ആൻഡ് നോട്ട് ബൈ ദ ഫോറിനേഴ്സ് വിത്തിൻ ദ ടെറിട്ടറി ഓഫ് ഇന്ത്യ? ഇന്ത്യക്കുള്ളിൽ ഇന്ത്യൻ സിറ്റിസൺസിന് മാത്രം കൊടുക്കാൻ പറ്റുന്ന ഏതൊക്കെയാണ്? താഴെ തന്നിട്ടുള്ള ഏതൊക്കെയാണെന്നാണ്. ഒന്നാമത്തെ ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ, ഇന്ത്യൻ സിറ്റിസൺസ് മാത്രമാണ്. ഈക്വാലിറ്റി ബിഫോർ ലോ,
ഇതെല്ലാവർക്കും ഉണ്ട്. ഫ്രീഡം ടു അസംബിൾ പീസ്ഫുള്ളി ആൻഡ് വിത്തൗട്ട് ആംസ് ഇതുമുണ്ട്. ഇതും ഇന്ത്യൻ സിറ്റിസൻസിന് മാത്രമാണ്. ഇന്ത്യൻ സിറ്റിസൻസിന് മാത്രമുള്ള ആർട്ടിക്കിൾസ് ഏതൊക്കെയാണ്? 15, 16, 19, 29 കേട്ടോ. ഓർത്തോക്കണേ, ഞാൻ താഴെ ഇത് കൊടുക്കുന്നുണ്ട്. 29, 30 കൂടി. 15, 16, 19, 29, 30 ഇത്രയും ആർട്ടിക്കിളാണ് അവൈലബിൾ, എക്സ്ക്ലൂസീവ്ലി അവൈലബിൾ ടു സിറ്റിസൺ. ഈ പറഞ്ഞിരിക്കുന്ന ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷനും അതേപോലെ ഫ്രീഡം ടു അസംബിൾ പീസ്ഫുള്ളി ഇതൊക്കെ ആർട്ടിക്കിൾ 19 വരുന്നതാണ്. ഓക്കെ, ആർട്ടിക്കിൾ 19 വരുന്നത്. അതൊക്കെ എന്തില്ല, ഫോറിനേഴ്സിന്, ഇന്ത്യൻ സിറ്റിസൺസ് അല്ലാത്തവർക്ക് ഇതൊന്നും എന്തില്ല, അവൈലബിൾ അല്ല. അപ്പോൾ ഈ ഒരു ആർട്ടിക്കിൾ നിർബന്ധമായിട്ട് ഓർത്തോക്കണേ. 15, 16, 19, 29, 30 ഇത് ആർക്ക് മാത്രമേ ബാധകമുള്ളൂ? ആർക്ക് മാത്രം? എക്സ്ക്ലൂസീവ്ലി അവൈലബിൾ ടു സിറ്റിസൺസ്, ഇന്ത്യൻ സിറ്റിസന് മാത്രമായിട്ടുള്ളതാണ്. ഇനി 70ാമത്തെ ക്വസ്റ്റ്യൻ, 5 വർഷത്തിനുള്ളിൽ താഴെ പറയുന്ന ഏത് രീതിയിലാണ് രാഷ്ട്രപതി ഓഫീസ് അവസാനിപ്പിക്കുന്നത്? അത് അതിൻ്റെ ഇംഗ്ലീഷ് ഞാൻ പറഞ്ഞുതരാം. അത് ഇംഗ്ലീഷ് വായിക്കുമ്പോൾ അതിൻ്റെ കറക്റ്റ് മീനിങ് മനസ്സിലാവും. ദ പ്രസിഡൻസ് ഓഫീസ് മേ ടെർമിനേറ്റ് വിത്തിൻ ദ ടേം ഓഫ് 5 years ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് വേസ്. അതായത് ഏതൊക്കെ രീതിയിലാണ് 5 വർഷത്തിൻ്റെ ഉള്ളിൽ, ഓക്കെ, 5 വർഷത്തിനുള്ളിൽ, 5 വർഷമാകുമ്പോൾ നോർമലി പ്രസിഡന്റ് മാറും. അതായത് അതിന് മുമ്പേ ഏത് രീതിയിലൊക്കെയാണ് പ്രസിഡന്റിനെ മാറ്റാൻ പറ്റുന്നത് എന്നുള്ള രീതിയാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഒന്നാമത് ബൈ റെസിഗ്നേഷൻ ഇൻ റൈറ്റിംഗ് അണ്ടർ ഹിസ് ഹാൻഡ് അഡ്രസ്ഡ് ടു ദി ചീഫ് ജസ്റ്റിസ്. ചീഫ് ജസ്റ്റിസ് അല്ലല്ലോ കൊടുക്കുക, അവരുടെ റെസിഗ്നേഷൻ കൊടുക്കുന്ന ആർക്കാണ്? വൈസ് പ്രസിഡന്റിനാണ്. പ്രസിഡന്റ് വൈസ് പ്രസിഡന്റിനാണ് കൊടുക്കുക, വൈസ് പ്രസിഡന്റ് പ്രസിഡന്റിനാണ് കൊടുക്കുക. അത് മറന്നുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടാണ് കൊടുക്കുന്നത് റെസിഗ്നേഷൻ. അതല്ലെങ്കിൽ എന്ത് മാത്രമാണ്? ബൈ റിമൂവൽ ഫോർ വയലേഷൻ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ബൈ ദ പ്രോസസ് ഓഫ് ഇംപീച്ച്മെൻറ്റ്. അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ വയലേറ്റ് ചെയ്തെന്നുള്ള ഒറ്റ കാരണത്താൽ മാത്രമേ ഇംപീച്ച് ചെയ്യാൻ പറ്റൂ പ്രസിഡന്റിന്. ആ ഇംപീച്ച്മെൻറ്റ് വഴിയും പുറത്താക്കും. അപ്പോൾ ഈ 2 വരും, ഇതിൽ 2, 3 വരും. 2, 3 വരുന്നത് ഏതാ വരുന്നത്? ഓപ്ഷൻ ബി ആണ്. ഓക്കെ, പ്രസിഡന്റുമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണ്, ഇലക്ട്രൽ കോളേജാണ് പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഇലക്ട്രൽ കോളേജിലെ അംഗങ്ങളെ മറന്നുകൊണ്ട് പാർലമെൻറ്റിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളാണ്. അതേപോലെ സംസ്ഥാന നിയമസഭകളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളായുള്ള ഡൽഹി, പുതുച്ചേരി എന്നീ നിയമസഭകളിലെയും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളാണ് ഈ ഇലക്ട്രൽ കോളേജിൽ വരുന്നത്. ഓക്കെ, തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളെ നോമിനേറ്റ് ചെയ്യുന്നവരാരും വരുന്നില്ല. ഇനി ഇംപീച്ച്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് ജസ്റ്റ് ഒന്ന് പറയാം. രാഷ്ട്രപതി ഇംപീച്ച് ചെയ്യാനുള്ള ഏക കാരണം ഇത് മാത്രമാണ്, ഭരണഘടന ലംഘനം മാത്രമാണ് കേട്ടോ. അത് ഇംപീച്ച് ചെയ്യുന്നത് ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ്? ആർട്ടിക്കിൾ 61. മറന്നുകൊണ്ട് നിർബന്ധമായിട്ട് പഠിച്ചു വെച്ചോ. ആർട്ടിക്കിൾ 61 പ്രസിഡന്റിനെ ഇംപീച്ച് ചെയ്യുന്നത്. ഇനി ഇംപീച്ച് ചെയ്യുന്നതിൻ്റെ പ്രോസസ്സ് ജസ്റ്റ് ഒന്ന് പറയാൻ. ആദ്യം 14 ദിവസത്തെ മുൻകൂർ നോട്ടീസ് നൽകിയതിന് ശേഷം എന്ത് ചെയ്യുക? രാജ്യസഭയിലെ ലോകസഭയിലെ ഇംപീച്ച്മെൻറ്റ് പ്രമേയം അവതരിപ്പിക്കണം. ഇങ്ങനൊരു പ്രമേയം അവതരിപ്പിക്കണമെങ്കിൽ എന്ത് ചെയ്യണോ? ആദ്യം അവതരിപ്പിക്കുന്ന സഭയിൽ 1/4 അംഗങ്ങളുടെ പിന്തുണ വേണം. ഇനി അങ്ങനെ അംഗങ്ങളുടെ പിന്തുണ കിട്ടി, 1/4 അംഗങ്ങളുടെ പിന്തുണ കൊണ്ട് അവതരിപ്പിച്ച് കഴിഞ്ഞാൽ 2/3 അംഗങ്ങളുടെ ഭൂരിപക്ഷത്തിൽ ഇത് പാസ്സാക്കാം. അങ്ങനെ പാസ്സാക്കിയാൽ എന്ത് ചെയ്യും? അടുത്ത സഭയിലേക്ക് പോകും. അപ്പോൾ ലോകസഭയാണ് അടുത്ത രാജ്യസഭയിലേക്ക് പോകും, രാജ്യസഭയാണ് അടുത്ത ലോകസഭയിലേക്ക് പോകും. അവിടെയും എന്ത് ചെയ്യണോ? ഇതേപോലെ 2/3 അംഗങ്ങളുടെ ഭൂരിപക്ഷത്തോടെ ഇത് പാസ്സാക്കണം. അങ്ങനെ പാസ്സാക്കിയാൽ എന്ത് ചെയ്യും? ഈ പ്രസിഡന്റിനെ റിമൂവ് ചെയ്യുക, പ്രസിഡന്റ് രാജിവെക്കും. അതാണ് അതിൻ്റെ പ്രൊസീജിയർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് 70. ഇപ്പം നമുക്ക് എത്ര ക്വസ്റ്റ്യനായി? 70ാമത്തെ ക്വസ്റ്റ്യൻ ഇത് പറഞ്ഞിരിക്കുന്നത് 70ാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, ഇനി അതിൽ ബാക്കിയുള്ള പാട്ട് നമുക്ക് അടുത്തൊരു സെഷനിലായിട്ട് ചെയ്യാം. ഓക്കെ, ബൈ.